ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് മുട്ടയും കൊണ്ട് വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഒരു ഗ്രേവി ചെയ്യാൻ പോകാൻ കേട്ടോ. അതിന് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില എടുക്കുക, കുറച്ച് വെളുത്തുള്ളി എടുക്കുക, നല്ല ഒന്ന് ഫ്രൈ ചെയ്യുക, എണ്ണ ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് അതിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക് ഒക്കെ പൊടിച്ചിട്ട് അതിലിട്ടിട്ട് കുറച്ച് നല്ല ചൂടാക്കുക. നല്ല ചൂടാക്കിയതിൻ്റെ ശേഷം അതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് ജാറിലേക്ക് മാറ്റാം. ചൂടാണ് പാത്രം. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ വേവിച്ച് വെച്ച മുട്ട 2 തുണ്ടാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. വേവിച്ച് വെച്ച മുട്ട 2 പീസാക്കണം കേട്ടോ. സഹായം ചോദിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ്. പക്ഷെ പലപ്പോഴും ആരും അതങ്ങനെ കാണാറില്ല. നമ്മൾ പറയുന്നത് കേൾക്കുന്നതിന് പകരം അവരതൊരു ആരോപണം. അത് നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. മസാല നല്ല പൊടിച്ചും വെച്ചിട്ടുണ്ട്, ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ, ചതച്ചിട്ടുമുണ്ട്. ഇനി കുറച്ച് ഉള്ളി കുഞ്ഞു കുഞ്ഞാങ്ങനെ അരിയുക. അത് നല്ലൊന്ന് അരിഞ്ഞിട്ട് അത് ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. തിരിച്ചിട്ട് കൊടുക്കണം, അപ്പോൾ പൊട്ടിത്തെറിക്കും, മോന്തയൊക്കെ പോകും കേട്ടോ, കുറച്ച് നോക്കണേ. അതിൽ ആ ഉള്ളി നല്ല ഫ്രൈ ആക്കണം. അതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടിത്തെറിക്കും കേട്ടോ, മുഖത്ത് സൂക്ഷിക്കണേ. മഴവില്ലിൻ ചന്തമല്ല, മലരിൻ സുഗന്ധമല്ല, മധുരത്തിൻ സ്വാദുമല്ല വർണ്ണിക്ക. അതിൻ്റെ മേലെ ചതച്ച് വെച്ചതുണ്ടല്ലോ, ആ പൊടിച്ച് വെച്ച ആ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതിൽ ഉപ്പും ചേർത്തണം കേട്ടോ. അതൊക്കെ നല്ല ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ലേശം ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ലത് മിക്സ് ആക്കട്ടെ. ചെറുനാരങ്ങ നീരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, ലേസം ചെറുനാരങ്ങ നീര്. ഒക്കെ ഒരു പാത്രത്തേക്ക് മാറ്റാം. തിന്ന് നോക്കിട്ടോ, നല്ല ടേസ്റ്റാണ്. അതിൽ ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ചോറ് കുറച്ച് അതിലിട്ട് മിക്സ് ചെയ്യാം. ലഞ്ചിനൊക്കെ എടുത്തിട്ട് പോകാൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും കേട്ടോ, ചെയ്ത് നോക്കി. ലഞ്ച് ബോക്സ് റെഡിയായി.